ചോദിക്കുന്നു. തീവ്രവാദികൾ എന്താണോ ആവശ്യപ്പെട്ടത് പഹൽഗാമിലെ വിനോദസഞ്ചാരികളോട്, അത് തന്നെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളത്. അള്ളാഹുവിന്റെ മതത്തെ, നബിയുടെ മതത്തെ, പ്രവാചകൻ പഠിപ്പിച്ചതിനെ സത്യമായിട്ട് അംഗീകരിക്കണം. നബി വേണ്ട എന്ന് പറഞ്ഞതിനെ നിരാകരിക്കണം. സത്യമതത്തെ മതമായിട്ട് അംഗീകരിക്കാത്തവനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കൊന്നുകളയാൻ തന്നെയാണ് അതിന്റെ അർത്ഥം. മതേതര ഇന്ത്യക്കാർ എല്ലായിടങ്ങളിലും ഇന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കലിമ. മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയാൽ ഇത് പഠിച്ചിരിക്കണ്ടേ? ഇനി ലിംഗം ഛേദിക്കുന്നത് പിന്നീട്. മതേതര ഇന്ത്യയിലെ സാധാരണ മുസൽമാന്റെ കലിമ രണ്ടും ഒന്നാ. പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിന് പോയ ആളുകൾ കലിമ പഠിക്കാൻ പറ്റിയില്ല. അവർ ഇന്ത്യക്കാരായതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. മതേതര ഇന്ത്യയിൽ മതഭ്രാന്തില്ലാതെ ജീവിച്ചതുകൊണ്ടാണ്, ലിബറൽ കുടുംബാംഗങ്ങളിൽ ജീവിച്ചതുകൊണ്ടാണ്. ഏപ്രിൽ 22 പഹൽഗാമിലെ ഷഹാദത്ത് കലിമയറിയുന്നതും ചൊല്ലുന്നതും ജീവൻ മരണ പ്രശ്നമായിരുന്നു. ഇസ്ലാമിൽ ഇതിന്റെ പ്രാധാന്യവും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഏകത്വം, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം, ഇത് രണ്ടും ഉറപ്പിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് കലിമ. എല്ലാ മുസ്ലിങ്ങൾക്കും കലിമ അറിഞ്ഞിരിക്കണം. ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയെ പ്രതിനിധീകരിക്കുന്ന ആശയമാണ്. കലിമ പതിവായി ചൊല്ലുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും മുഹമ്മദ് നബിയുടെ പ്രവചനങ്ങളെ പിന്തുടരാനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധതയെക്കുറിച്ച് മുസ്ലിങ്ങളെ സ്വയം ഓർമ്മപ്പെടുത്താനുമുള്ള മാർഗമാണ്. മുസ്ലിങ്ങൾക്ക് വ്യക്തിപരമായ ചിന്തയിലും വിശ്വാസത്തിന്റെ പരസ്യമായ സ്ഥിരീകരണത്തിലുമൊക്കെ ഇത് നിർണായകമാണ്. ഇസ്ലാമിൽ 6 വിശ്വാസപരമായ കാര്യങ്ങളും 5 അനുഷ്ഠാനപരമായ കാര്യങ്ങളുമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകം ലക്ഷ്യങ്ങളുമുണ്ട്. ഈ പ്രാർത്ഥനകൾ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ അടിസ്ഥാനപരമായ പ്രകടനങ്ങളാണ്. അത് വിശ്വാസത്തിന്റെ വിവിധ വശങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിന്റെ കരുണ, സംരക്ഷണം, മാർഗനിർദ്ദേശം ഇതൊക്കെയാണെന്നാണ് തട്ടല്. പക്ഷെ ഇതൊക്കെ വെറും തള്ളിമറിക്കൽ മാത്രമാണ്. അള്ളാഹു കാരുണ്യവാനല്ല. അള്ളാഹു ആർക്കും സംരക്ഷണം നൽകുന്നില്ല. കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അള്ളാഹു പറഞ്ഞ് വിളിക്കുന്നു. 2 പേരും ചിലപ്പോൾ ലിംഗം ഛേദിച്ചവനുമായിരിക്കും. രണ്ടും കണ്ട് അള്ളാഹു സന്തോഷിക്കുവാണ്. കാരുണ്യമൊന്നുമില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പുറം രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ കലിമ എന്താണ് എന്ന് യൂട്യൂബിലോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചോ. ഷഹാദ എന്താണ്, സത്യസാക്ഷ്യ വാക്യം എന്താണ് എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഒരുപാട് ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ഒക്കെ ചെയ്ത അനവധി ആളുകൾ ഇപ്പോൾ ജയിലിലായിട്ടുണ്ട്. അറിഞ്ഞോ നിങ്ങൾ? ഒന്ന് അറിയണത് നല്ലതാ. ഇപ്പോൾ ഇതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരു മുസ്ലിം ലീഗ് നേതാവിനെയാണ് ഇപ്പോൾ പോലീസ് പൊക്കിയത്. മുസ്ലിം ലീഗിൻ്റെ നേതാവായ ബഷീർ വെള്ളിക്കോത്ത് പേരാ. അയാൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന രൂപത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന പരാതിയിലാണ് BNS 192 വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത്. കേസ് VHPയുടെ ജില്ലാ പ്രസിഡന്റ് SP ഷാജിയാണ് പരാതി കൊടുത്തത്. ഇത്തരക്കാരെ കണ്ടാൽ, ഇത്തരക്കാരുടെ പോസ്റ്റുകൾ, കമന്റുകൾ കണ്ടാൽ, വീഡിയോ കണ്ടാൽ അപ്പം തന്നെ ഒരു പരാതി എഴുതി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്കണം. രാജ്യവിരുദ്ധരെ കണ്ടെത്തുന്നത് സൈനികരുടെ മാത്രം ബാധ്യതയല്ല, നമുക്കുമുണ്ട് ഈ രാജ്യത്തോട് ഒരുപാട് പ്രതിബദ്ധത. 29 പേരാണ് ഇവരുടെ ഭീകരതയ്ക്ക് ഇരയായത്. ഇവരുടെ ക്രൂരതയിൽ, ഇവരുടെ മതചിന്തയിൽ ജീവൻ പൊലിഞ്ഞത്. 6-7 ഭീകരർ ചേർന്നാണ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ കടുത്ത രൂപത്തിൽ നടപടികളിലേക്ക് നീങ്ങി. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 2 തീവ്രവാദികളുടെ വീടുകൾ ഭരണകൂടം തകർത്തു. ആക്രമണത്തിൽ പങ്കാളികളായ 2 പ്രാദേശിക തീവ്രവാദികളുടെ വീടുകളാണ് അഗ്നിക്കിരയാക്കിയത്. ജില്ലാ ഭരണകൂടമാണ് ഈ നടപടി സ്വീകരിച്ചത്. സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഉള്ളവരെയൊക്കെ പുറത്തെത്തിക്കുകയും ചെയ്തു. വീട്ടിലുള്ള ആളുകൾ ഭീകരാക്രമണത്തെ തുടർന്ന് അവിടെ നിന്ന് മാറി. ത്രാൽ സ്വദേശിയായ ആസിഫ് ഹുസൈൻ, ബിജ്ബഹേര സ്വദേശിയായ ആദിൽ തോക്കർ, ഈ ഭീകരന്മാരുടെ വീടുകളാണ് തകർത്തത്. 2 പേരും ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇവരെ ന്യായീകരിക്കാൻ, ഇവരെ വെള്ളപൂശാൻ ഈ രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴാണ്
നമ്മൾ എത്രമാത്രം ഭീകരതയിലാണ് ജീവിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തുള്ളത്ര രൂപത്തിൽ ശത്രുക്കൾ പുറത്തില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ മറ്റൊരു വൈറൽ പോസ്റ്റ് ഇന്നുണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല. ഇസ്ലാം മതം വിടാൻ തീരുമാനിച്ച, പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു പശ്ചിമ ബംഗാൾ അധ്യാപകനായ സാബിർ ഹുസൈൻ്റെ വാക്കുകൾ. ഈ മതം ഇങ്ങനെയാണോ? മതം നോക്കി, ലിംഗം നോക്കി, ഒരു വ്യക്തിയെ നോക്കി അവൻ്റെ അയൽക്കാരൻ്റെ മതം നോക്കണം, വീട്ടിലുള്ള മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഇണകളുടെയും അതുപോലെ സഹപ്രവർത്തകരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ മതം നോക്കി സ്നേഹിക്കാനും വെറുക്കാനും പഠിപ്പിക്കുന്ന മതമാണോ? എനിക്കിത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. നമ്മളിത് തുറന്നു പറയുമ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ ഗ്രന്ഥത്തിൽ? അതൊന്നുമില്ല, നമ്മൾ വെറുതെ പറയുന്നതാണെന്ന്. അല്ല, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, പ്രവാചകനിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ കാച്ചിയേക്കാൻ തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഇപ്പോൾ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ ബദുരയിലെ നിർമാൺ ആദർശ് വിദ്യാപീഠത്തിലെ ശാസ്ത്ര അധ്യാപകനാണ് ഈ സാബിർ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. രാജ്യത്തും ലോകത്തും നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ പഹൽഗാമിൽ മതം ചോദിച്ചതിന് ആളുകൾ കൊല്ലപ്പെട്ട രീതി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ സംഭവത്തിൽ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ ഈ തീരുമാനമെടുക്കുന്നില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിലും സെൻസിറ്റീവായ ഒരു പൗരൻ എന്ന നിലയിലും ഈ കടുത്ത തീരുമാനം ഇസ്ലാം വിടാൻ എനിക്ക് തോന്നി എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. താൻ ഒരു മതത്തിനോ സമൂഹത്തിനോ എതിരല്ലെന്നും തൻ്റെ തീരുമാനം പൂർണ്ണമായും വ്യക്തിപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൻ്റെ തീരുമാനം കുടുംബത്തിൽ അടിച്ചേൽപ്പിക്കില്ല. ഭാര്യയും കുട്ടികളും അവർ തിരഞ്ഞെടുക്കുന്ന ഏതു വഴിയും പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒരു മതത്തെയും അപമാനിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, പ്രത്യേകിച്ച് കാശ്മീരിൽ. മതം എങ്ങനെ വീണ്ടും വീണ്ടും അക്രമത്തിനായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. ഒരു മത ലേബലിലുമല്ലാതെ ഒരു മനുഷ്യനായി മാത്രമേ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉടൻ തന്നെ നിയമ നടപടികൾക്ക് വിധേയമായി ഞാൻ ഇസ്ലാമിൽ നിന്ന് വേർപിരിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വീഡിയോയിൽ. രാജ്യത്തും ലോകത്തും എന്ത് സംഭവിച്ചാലും ഇത് എന്നെ ഉള്ളിൽ നിന്ന് തകർത്തു. പഹൽഗാമിൽ മതത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം ആളുകൾ കൊല്ലപ്പെട്ട രീതി മനുഷ്യത്വരഹിതമാണ് എന്ന് അദ്ദേഹം പറയുന്നു. തീവ്രവാദികൾക്ക് മതമില്ല എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ തീവ്രവാദികൾക്ക് മതമുണ്ട്. അവർക്ക് മതപരമായ അജണ്ടകൾ ഉണ്ട് എന്ന് ഈ സംഭവം വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഒരാൾ എന്തിനാണ് അയാളുടെ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത്? അതാണ് ഈ അധ്യാപകനെ ഏറെ അലട്ടിയിരുന്നത് അത്രേ. അതുകൊണ്ടാണ് ഈ പ്രാകൃതമായ മതം, തൻ്റെ മതം മാത്രമാണ് ശരി, തൻ്റെ ആശയം മാത്രമാണ് ശരി, തൻ്റെ നിലപാടുകൾ, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ മതം അത് മറ്റുള്ളവരും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരെ കഴുത്തുകൾക്ക് മീതെ വെട്ടിക്കളയാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം, അവരുടെ പിരടി എടുക്കാൻ പറയുന്ന ഒരു ആശയം, ഞങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയും RSSകാരെ മാത്രമാണോ മതഭീകരർക്ക് ഭയമുള്ളത്? എന്തുകൊണ്ടാണ്? RSS ഈ രാജ്യം ഭരിക്കുന്നതാണോ പ്രശ്നം? ആണോ? കൃത്യമായ രൂപത്തിൽ ആരെന്ത് ചെയ്താലും അവർക്കെതിരെ നടപടികൾ ഉണ്ടാകണ്ടേ? നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ടല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കഴിഞ്ഞത്? ഈ മതഭീകരതയോട് സന്ധിയില്ലാതെ സമരം ചെയ്യാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടല്ലേ? ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു മുസ്ലിം മത തീവ്രവാദി, PFI കാരനോ SDP കാരനോ അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടിക്കാരനായിരിക്കാം. PFI നിരോധിച്ചെങ്കിലും പല പേരിൽ ഇവർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇയാൾ പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ്, ഹിന്ദി ഭാഷയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ കേരളത്തിലുള്ള ആളുകളടക്കം ഹിന്ദി ഭാഷ കേട്ടാലെങ്കിലും മനസ്സിലാക്കാൻ പഠിച്ചിരിക്കണം. നമ്മൾ ചെറുപ്പത്തിൽ ഹിന്ദി പഠിക്കുന്നുണ്ട്. ഇത് തമിഴ്നാടല്ല ഹിന്ദി കേൾക്കാൻ. നമ്മൾ ഹിന്ദി ഭാഷയും അത്യാവശ്യം ഇംഗ്ലീഷും ഒക്കെ നമ്മുടെ കേരളത്തിലെ ആളുകൾ പഠിച്ചിരിക്കണം. പ്രത്യേകിച്ചും രാഷ്ട്രീയ സേവക സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒക്കെ തന്നെ അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നന്നായി തന്നെ പഠിച്ചിരിക്കണം. അതൊന്ന് കൈകാര്യം ചെയ്യാനും കേട്ടാൽ മനസ്സിലാക്കാനും ഒക്കെ നമ്മളൊന്ന് ശ്രമിക്കണം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ. അതായത് ഈ നേതാവ് അല്ലെങ്കിൽ ഈ മത തീവ്രവാദി പറയുന്നത് RSSകാർ നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ RSSകാരനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ പുറകെ നടന്ന് ഉപദ്രവിച്ച് ഇല്ലാതെയാക്കണം. പലതരത്തിൽ അയാളെ പീഡിപ്പിക്കണം, അയാളെ വീട്ടിലുള്ള സ്ത്രീകളെ അപമാനിക്കണം,
അയാളുടെ പ്രായമായ മാതാപിതാക്കളെ വരെ ഉപദ്രവിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപദ്രവിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായി RSSനെ നേരിടണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഒരു നേതാവ് ഇവൻ ആരാണ് എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഇവന്റെ വാക്കുകൾ ശരിക്കും മതതീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെയുള്ള വലിയ കലാപാഹ്വാനമാണ്. ഇവനെതിരെ കേസെടുക്കേണ്ടതാണ്. എടുത്തോ എന്നറിയില്ല. ഇത് കേരളത്തിൽ നടന്ന ഒരു കാര്യമല്ല, ഇന്ത്യയിലെ മറ്റേതോ സംസ്ഥാനത്ത് നടന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതൊന്നും കേൾക്കാം, എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടിട്ട് തിരികെ. ഞാനിപ്പോ ഹൈഡ് ചെയ്തൊരു പോസ്റ്റർ നിങ്ങൾ കണ്ടിരുന്നു. ലഷ്കർ-ഇ-തോയ്ബ എന്നാണ് ആ ഐഡിയുടെ പേര്. കണ്ടോ, അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ചാനലിൽ വന്ന് കമന്റ് ഇട്ടാൽ നമ്മൾ തന്നെ പെടും കേട്ടാ. प्रॉब्लम है आरएसएस वर्सेस मुस्लिम्स, इधर आरएसएस वर्सेस मुस्लिम्स, और इसलिए मैं आज स्टेज से पूरे इंडिया के आवाम से कहता हूं, आरएसएस को पहचानिए। जानिए आपके डिस्ट्रिक्ट का आरएसएस लीडर कौन है, जानिए अपने डिस्ट्रिक्ट का आरएसएस का भौतिक प्रमुख कौन है, जानिए अपने डिस्ट्रिक्ट का आरएसएस का शारीरिक प्रमुख कौन है, जानिए पहचानिए उनको कौन है। देखिए ये लोग आपके असल दुश्मन है, जो आपके साथ रहने वाले जो हमारे उमैया, तो जो टॉर्चर करना है कर, मैं भी तुझे ऐसा सबर और ऐसा इस्तकामत दिखाऊंगा जो इस्तकामत आज तक अरबों ने सुना नहीं होगा, देखा नहीं होगा और सोचा नहीं होगा। हम लोग ये बिलाल के वाकिया सुनकर बड़े हुए लोग हैं। आप हमें ईडी से डराओगे, आप हमें एनआईए से डराओगे, आप हमें यूएपीए से डराओगे, ये सब चलने वाला नहीं है। अगर आप चाहते हैं पॉपुलर फ्रंट की हिम्मत तोड़ने के लिए, अगर आप चाहते हैं पॉपुलर फ्रंट पर केसेस डालकर डराने के लिए, तो मैं आज पॉपुलर फ्रंट की तरफ से आपको कहता हूं कि हम भी पॉपुलर फ्रंट का हर एक मेंबर ऐसा आपको स्ट्रगल दिखाएंगे जो स्ट्रगल आज तक आरएसएस ने कभी सुना नहीं होगा, कभी देखा नहीं होगा और कभी सोचा नहीं होगा। पॉपुलर फ्रंट की लड़ाई अकेली लड़ाई नहीं है। അതായത് നിങ്ങളുടെ പ്രദേശത്തെ ബൗദ്ധിക് പ്രമുഖ RSSന്റെ ബൗദ്ധിക് പ്രമുഖാരാണെന്ന് അറിഞ്ഞിരിക്കണം, ശാരീരിക് പ്രമുഖാരാണെന്ന് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ അടുത്തുള്ള ശാഖയിലെ മുഖ്യ ശിക്ഷകാരാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരം ആളുകളെ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അവരെ കുടുംബത്തോടെ ഈ ഉന്മൂലനം ചെയ്യാൻ, ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ മാക്സിമം നടത്തി കൊടുക്കണം അല്ലെങ്കിൽ നടത്തിയെടുക്കണം എന്നൊരു ആഹ്വാനമാണ് ഇത് നടത്തുന്നത്. ഓർക്കുക, മതതീവ്രവാദികൾക്ക് ശരിക്കും പേടി ഇപ്പം ഇന്ത്യൻ സൈന്യത്തെയോ അല്ലെങ്കിൽ മറ്റ് ഇന്റലിജൻസ് ഏജൻസികളെയോ അവർക്ക് ഭയമുണ്ടാകാം. പക്ഷെ അവർക്ക് നേരിട്ട് പേടി RSS എന്ന പ്രസ്ഥാനത്തെ മാത്രമാണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തെ മാത്രമാണ്. അവർ ഉള്ളിടത്തോളം കാലം, RSS ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഇവിടുത്തെ തോന്നിയ കളികളൊന്നും തോന്നിയ പോലെ നടത്താൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ കേരളത്തിൽ പച്ച വെളിച്ചം എന്ന് പറയുന്ന പോലീസ് ഗ്രൂപ്പ് RSS BJP നേതാക്കളുടെ ഒക്കെ തന്നെ വിവരങ്ങൾ ചോർത്തി PFIക്കാർക്ക് ഈ തീവ്രവാദികൾക്ക് ചോർത്തി കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള ആ മഹാപ്രസ്ഥാനത്തെ മാത്രമാണ് ഇവർക്ക് ഭയമുള്ളത്. അപ്പൊ നമ്മുടെ ആളുകൾ കരുതിയിരിക്കണമെങ്കിൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരും അനുഭാവികളും കരുതിയിരിക്കണമെങ്കിൽ ഇവന്മാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. RSSന് കൃത്യമായ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊള്ളും. എന്നാൽ പോലും നമ്മളിൽ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു കുട്ടിയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഏതാണ് ഇയാൾ പറയുന്നത്, ഇവർ എന്താണ് ആഹ്വാനം ചെയ്യുന്നത്. ഇതുപോലെ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ പറയുന്ന വീഡിയോയുമുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന RSS കാര്യവാഹകാരാണ്, ശിക്ഷകാരാണ്, ദണ്ഡ്, പ്രമുഖ്, ഇവരൊക്കെ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ പ്രൗഢോജ്വലമായിട്ട് വലിച്ച് കീറി കസർത്ത് നടത്തുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒടുവിൽ അവരൊക്കെ ഇപ്പൊ എവിടെ? അവരൊക്കെ ഇപ്പൊ എവിടെ? അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്, ഈ മതഭീകരവാദികൾ, ഈ തീവ്രവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഖുർആനിൻ്റെതാണ്, ഇസ്ലാമിന്റെ ആശയമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മക്കയിലും മദീനയിലും പഠിപ്പിച്ച, അദ്ദേഹം കൊള്ളയടിക്കാനും യുദ്ധം ചെയ്യാനും ബലാത്കാരം ചെയ്യാനും ഉപയോഗിച്ച അതേ ആശയമാണ് ഇന്ന് ഇവരും നമ്മുടെ രാജ്യത്ത് പരിശീലിക്കാൻ ശ്രമിക്കുന്നത്, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ ഇപ്പോൾ തടയിടാൻ, ഇതിനെ എതിർക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ, മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണോ ലിബിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് സംഭവിച്ചത്, ഇസ്ലാമിന്റെ കാൽ കീഴിലായ അഫ്ഗാൻ എന്താണോ സംഭവിച്ചത്, അതിനേക്കാളേറെ നമ്മളും അനുഭവിക്കേണ്ടി വരും. നന്ദി.